എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1500 രൂപയ്ക്കുള്ളിലുള്ള റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയുടെ അൺബോക്സിംഗ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അൺബോക്സിംഗ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ എന്നും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഫോട്ടോയുമാണ്. രണ്ട് സൈഡിലും റിയൽമി എന്നും അതുപോലെ തന്നെ പിറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുവാണെങ്കിൽ ഫെബ്രുവരി 2021 അതുപോലെ തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ 1499 രൂപ നോർമൽ പ്രൈസിലും ഓഫർ പ്രൈസിൽ 1399 രൂപയ്ക്കും ലഭ്യമാകുന്നതാണ്. രണ്ട് കളറിലാണ് ലഭ്യമാകുന്നത്, ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂവും. ഏത് കളറായാലും 1499 രൂപ തന്നെയാണെന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിയൽമി ലിങ്ക് ആപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് പൊതുവേ ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ബോക്സും അതുപോലെ തന്നെ റിയൽമി ബഡ്സ് വയർലെസ്സും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ കണ്ടോ, സെയിം ആ ഒരു കളർ ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലൊക്കെ തന്നെ റിയൽമി ബഡ്സ് വയർലെസ് ആയിട്ടൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. കൂടാതെ ഡിസോ വയർലെസ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബോക്സിലെ ഒരേപോലത്തെ ബോക്സ് തന്നെയാണെന്നുള്ളതാണ്, ഡയമെൻഷൻ സഹിതം. എന്തായാലും ഈ ഡിസോ വയർലെസ്സും അതുപോലെ തന്നെ റിയൽമി ബഡ്സ് വയർലെസ്സും തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി ബോക്സ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ നെക്ക് ബാൻഡ് ഇരിക്കുന്നതാണ്. കൂടാതെ പിറകിൽ ഈ ഡിസോ വയർലെസ്സിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ അക്സസറീസ് ഒക്കെ പിറകിലാണ് അവർ വെച്ചിരിക്കുന്നത്. അത് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ ഒരു യൂസർ ഗൈഡുമാണ് ലഭ്യമാകുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ എന്ന് പറയുന്ന നെക്ക് ബാൻഡ്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഒരു 10 മണിക്കൂർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും യാതൊരുവിധ ഡിസ്കംഫർട്ടും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭ്യമാകത്തില്ല. ഇതിലൊന്നുള്ള എല്ലാ റിയൽമിയുടെ ഏതൊരു പ്രോഡക്റ്റിനും ആ ഒരു കംഫർട്ട്നെസ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടി വാങ്ങിക്കുവാണെങ്കിൽ വേറൊരു ഡൗട്ടും വെക്കാണ്ട് തന്നെ വാങ്ങിക്കാമെന്നുള്ളതാണ്. ഇനി ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നെക്കാണ്. എന്നാൽ ഡിസോ വയർലെസ്സിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റീൽ റോഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കമ്പാർട്ട്മെന്റ്സ് നോക്കുവാണെങ്കിൽ സെയിം ഡിസോ വയർലെസ്സിൻ്റെ തന്നെയാണ്. ഇവിടെ പക്ഷേ ആ ഒരു ടെക്സ്ചർ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു ബഡ്സ് വയർലെസ് 2 നിയോയും ഡിസോ വയർലെസ് തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ ഉറപ്പായിട്ടും ഉടനെ ഉണ്ടാവും. പിന്നെ ആമസോണിൽ മാത്രമാണ് ഈ ഒരു ബഡ്സ് വയർലെസ് 2 നിയോ കിട്ടുന്നത്. എന്നാൽ ഡിസോ വയർലെസ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. ഇത് മാത്രമാണ് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വലതുവശത്തെ കമ്പാർട്ട്മെന്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വോളിയം കൺട്രോൾ അതുപോലെ തന്നെ MFB കൂടാതെ ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഇടതുവശത്ത് നമ്മുടെ റിയൽമി എന്ന് ലോഗോ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബാറ്ററി കമ്പാർട്ട്മെന്റ്സ് ആണെന്ന് പറയാം. കൂടാതെ ഡ്രൈവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വയേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ റിയൽമി ബഡ്സ് വയർലെസ്സിനെ ഓർമ്മിപ്പിക്കുന്ന അതേപോലത്തെ ക്വാളിറ്റിയിലുള്ളൊരു വയറാണ് നമുക്ക് ഇവിടെയും ലഭ്യമാകുന്നത്. 11.2 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡ്സുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് ഇയർബഡ്സിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇയർ ടിപ്സിലാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. മാറ്റ് ഫിനിഷ്ഡും പ്ലസ് ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആയിട്ട് ഇയർബഡ്സിലും ഇയർ ടിപ്സിലാണെങ്കിൽ ആ ഒരു യെല്ലോ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ. ഓവറോൾ നോക്കുവാണെങ്കിൽ നെക്ക് ബാൻഡ് ഫുൾ ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പായിട്ട് നമുക്ക് ആദ്യത്തെ ആ ഒരു ലുക്കിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെയും നമ്മുടെ ആ ഒരു റേഡിയൽ മെറ്റാലിക് ടെക്സ്ചറോട് കൂടിയിട്ട് പിറകിൽ ഡ്രൈവേഴ്സിന്റെ പിറകിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സുകളിൽ മാഗ്നറ്റിക് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്കണക്ട് ആകുന്നതാണ്. കൂടാതെ ഒരു ഓപ്ഷനും കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു റിയൽമിയുടെ ആ ഒരു ലിങ്ക്
ലിങ്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ഇത് ഡിറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് കോൾ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിക്കപ്പ് ചെയ്യും. അതും ഒരു എക്സ്ട്രാ നമുക്ക് ഒരു ബോണസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നെക്ക് ബാൻഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലി ഈ ഒരു നെക്ക് ബാൻഡിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യം ഒരു മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട് ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് നമ്മുടെ MFBയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ആ സമയത്ത് മേ ബി നിങ്ങൾക്ക് ആദ്യം കേട്ടതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ലഭ്യമാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സെക്കൻഡ് ടൈമും നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ടൈമിൽ കിട്ടിയ പോലെ തന്നെ ഔട്ട്പുട്ടാണ് കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാം. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയുക ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭ്യമാകില്ല എന്നുള്ളതാണ്. ഇനി ഒരു ലിങ്ക് ആപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ റിയൽമി ബഡ്സ് വയർലെസ് ഇതേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എത്ര ശതമാനമാണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സൗണ്ട് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് ബൂസ്റ്റ് പ്ലസ് അതുപോലെ തന്നെ ഡൈനാമിക് ബ്രൈറ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഡൈനാമിക്കിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഡൈനാമിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ലഭ്യമാകുന്നത്. കൂടാതെ നിങ്ങൾക്ക് ബേസ് ഭയങ്കരമായിട്ടൊന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബേസ് ബൂസ്റ്റ് പ്ലസിലേക്ക് മാറ്റാം. അതല്ല നിങ്ങൾക്ക് വോക്കൽ ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ ഒരു ബ്രൈറ്റിലേക്ക് മാറ്റാം. കൂടാതെ വോളിയം എൻഹാൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ലൗഡായിട്ട് നമുക്ക് ഈ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് ലഭ്യമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗെയിം മോഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് 88 ms ലോ ലേറ്റൻസി മോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗെയിം മോഡ് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് മാനുവലി ഓപ്പൺ ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിലും ഗെയിം മോഡ് ഓൺ ആകും എന്നുള്ളതാണ് MFBയിൽ. കൂടാതെ ഓട്ടോ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് കോൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആൻസർ ഓൺ ആകും. ഇനി അതല്ല നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്യാം എന്നുള്ളതാണ്. കൂടാതെ ബട്ടൺ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് സിംഗിൾ ടാപ്പിലാണ് നമുക്ക് കോൾ എടുക്കാനും കോൾ കിട്ടിയാൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നതാണ്. കൂടാതെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം. അതായത് ജസ്റ്റ് 1 ടാപ്പിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനുവലി ഈ ഒരു ആപ്പിൽ വന്നിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഈ ഒരു റിയൽമി ലിങ്ക് ആപ്പ് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ എവിടെയും തന്നെ ആ ഒരു എത്ര mAh ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്നു എന്ന് പറയുന്നില്ല. എന്നാൽ 17 മണിക്കൂറാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്ന ടോട്ടൽ പ്ലേബാക്ക് ടൈം എന്നും കൂടാതെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റ് നമുക്ക് ലഭ്യമാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 50% വോളിയത്തിലിട്ടാൽ മാത്രമേ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു 100% ബാറ്ററി എത്താനായിട്ട് 2 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം റെസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഡാമേജ് ഒന്നും ഉണ്ടാകാനായിട്ട് ചാൻസസ് കുറവാണ്. എന്നാൽ ഈ ഒരു ഡാമേജ് ഉണ്ടായാൽ തന്നെ 1 വർഷത്തെ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്ത് തരും. റിപ്പയറിംഗ് ഒന്നും ഇല്ല അവർക്ക്. ജസ്റ്റ് നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ റീപ്ലേസ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാൽ ടെക്നിക്കലി ഒക്കെ എന്തെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് കിട്ടുമെന്നുള്ളതാണ്. 23.1 ഗ്രാം മാത്രമാണ് നമ്മുടെ ഈ ഒരു നെക്ക് ബാൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ നമ്മുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ ഇട്ടാൽ പോലും ഇത് നമ്മുടെ കഴുത്തിൽ കിടക്കുന്നെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ആ ഒരു ലൈറ്റ് വെയിറ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ അതർ ഫീച്ചേഴ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോയിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം മൈക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു മൈക്ക് ക്വാളിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഉറപ്പായിട്ടും ആ ഒരു ലോ ലേറ്റൻസി ടെസ്റ്റും ആ ഒരു മൈക്ക് ക്വാളിറ്റി ടെസ്റ്റും ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാവും. അതുകൂടി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ബേസ് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഡിസോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്നത്. എന്നാൽ റിയൽമി ബഡ്സ് വയർലെസ്സിൽ കിട്ടുന്ന അത്രയ്ക്കും ക്വാളിറ്റി പോലും എനിക്ക് ഈ ഒരു ബഡ്സ് വയർലെസ് 2 നിയോയിൽ ലഭ്യമാകും
ലഭ്യമായില്ല എന്നുള്ളതാണ് ചെറിയൊരു വിഷമമുണ്ട് അത് പറയാനായിട്ട്. എന്നാൽ അത് സത്യമാണ്, ഫാക്റ്റ് ആണെന്നുള്ളതാണ്. നിങ്ങളൊരു ഭയങ്കര ബേസ് ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഇല്ല. ഈവൻ ആ ഒരു ബേസ് ബൂസ്റ്റ് പ്ലസിലോട്ട് നമ്മൾ മോളിലേക്ക് മാറ്റിയാൽ പോലും, കാരണം അത്രയ്ക്കും ഭയങ്കര ആ ഒരു ബേസ് ഒന്നും നമുക്കിതിൽ കിട്ടത്തില്ല. എന്നാൽ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ബേസ് ആണ് നമുക്കിതിൽ ലഭ്യമാകുന്നത്. ഒരു വോക്കലൊക്കെ കേൾക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈവൻ നിങ്ങൾക്കൊരു 1500 രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്നുള്ളതാണ്. അതർവൈസ് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബോട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ലഭ്യമാകുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ബഡ് നമുക്ക് ബോട്ടിൻ്റെ പല പ്രോഡക്റ്റുകളിലും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.